ഒരു പാനിൽ ചെറുപയർ പരിപ്പ് ചേർക്കുക. ഇത് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ചു നേരം ഇത് വേവിക്കാം. അടുത്തതായിട്ട് ഒരു കുക്കറിൽ റോസ്റ്റ് ചെയ്ത് വെച്ച ചെറുപയർ പരിപ്പ് ചേർക്കുക. ഒരു നുള്ളു മഞ്ഞളും ചേർത്ത് ഒരു 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഇത് പാകം ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് മിക്സിയിൽ ചിരകിയ തേങ്ങ, ജീരകം, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. ചെറുപയർ പരിപ്പ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഈ പാകം ചെയ്ത ചെറുപയർ പരിപ്പ് കുമ്പളങ്ങ വേവിച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് അരപ്പും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് എല്ലാം ഇളക്കി ഒന്ന് പാകം ചെയ്യുക. ഒരു സെപ്പറേറ്റ് പാൻ എടുക്കുക. ഇനി അതിൽ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വഴറ്റിയെടുക്കാം. കറി വിളമ്പുന്നതിന് മുൻപായിട്ട് ഈ ഒരു കറിക്ക് മുകളിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കറി എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് മനസ്സിലായില്ലേ? നമുക്കും ഇത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.